കാർഷിക വാർത്തകൾ. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിലൂടെ കൃഷിയെ ഇന്ത്യയുടെ മുഖമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്ന് വിലയിരുത്തൽ. കാലാവസ്ഥാ വ്യതിയാനത്തിന് അനുയോജ്യമായ കൃഷി രീതികൾക്ക് ബജറ്റിൽ മുൻഗണന ലഭിച്ചേക്കുമെന്നും സൂചന. കാലാവസ്ഥാ വ്യതിയാനത്തിന് അനുയോജ്യമായ കൃഷി, പൊതു-സ്വകാര്യ പങ്കാളിത്തം വളർത്തൽ, ഉയർന്ന മൂല്യമുള്ള വിളകളിൽ നിക്ഷേപിക്കൽ, ഡിജിറ്റൽ സംയോജനം സ്വീകരിക്കൽ എന്നിവയ്ക്ക് സർക്കാർ മുൻഗണന നൽകിയേക്കുമെന്നാണ് വിലയിരുത്തൽ. ഏകദേശം 45.8% തൊഴിലാളികളെയും ഉൾപ്പെടുന്ന ഇന്ത്യയുടെ കാർഷിക മേഖല രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക ഘടനയുടെ കേന്ദ്രമാണ്. GDP-യിലേക്ക് 18% സംഭാവനയാണ് കാർഷിക മേഖലയിൽ നിന്നുള്ളത്. ഉൽപാദനക്ഷമതാ വെല്ലുവിളികളെയും ആധുനികവൽക്കരണത്തിന്റെ ആവശ്യകതയെയും അടിവരയിടുന്നതാകണം ബജറ്റ് എന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കഞ്ചിക്കോട്ട് സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റിന് അനുമതി. ബ്രൂവറി കാർഷിക മേഖലയെ ഉത്തേജിപ്പിക്കുമെന്ന് സർക്കാർ. പാലക്കാട് കഞ്ചിക്കോട്ട് സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങാൻ മധ്യപ്രദേശ് ആസ്ഥാനമായുള്ള ഒയാസിസ് എന്ന കമ്പനിക്ക് സർക്കാർ അനുമതി നൽകി. ബ്രൂവറി ആരംഭിക്കുന്നത് കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് സർക്കാർ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത്. ജലം നൽകുന്നത് ജല അതോറിറ്റിയാണെന്നും ഇതിനുള്ള കരാറായതും സർക്കാർ ഉത്തരവിൽ പരാമർശിക്കുന്നു. 600 കോടി രൂപ മുതൽ മുടക്കിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഉപയോഗശൂന്യമായ അരി, ചോളം, പച്ചക്കറി മാലിന്യങ്ങൾ, മരച്ചീനി സ്റ്റാർച്ച് എന്നിവയാണ് കമ്പനി മദ്യനിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കുന്നത്. ഇത് കേരളത്തിലെ കാർഷിക മേഖലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. കഞ്ചിക്കോട്ടെ ബ്രൂവറി കാർഷിക മേഖലയ്ക്ക് ഉത്തേജനം നൽകുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രാരംഭ പ്രവർത്തനത്തിനുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് നിലവിൽ പുറത്തിറങ്ങിയത്. 4 ഘട്ടമായാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ടിലിംഗ് യൂണിറ്റിനാണ് ആദ്യഘട്ടത്തിൽ അനുമതി. സ്പിരിറ്റ് നിർമ്മാണം, ബ്രാൻഡി വൈനറി പ്ലാന്റ്, ബ്രൂവറി എന്നിങ്ങനെയാണ് മറ്റ് ഘട്ടങ്ങൾ. റീസൈക്ലിംഗ് വഴിയാണ് ജല അതോറിറ്റി വെള്ളം നൽകുക. ഇതിനുള്ള കരാറാണ് തീരുമാനമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ജാതിക്ക ലഭ്യത ചുരുങ്ങിത്തുടങ്ങി. കറിമസാല വ്യവസായികൾ വിപണിയിൽ സജീവമായതോടെ വാങ്ങൽ താൽപ്പര്യം ഉയർന്നിരിക്കുകയാണ്. കയറ്റുമതിക്കാരും ഉത്തരേന്ത്യൻ കറിമസാല ഔഷധ വ്യവസായികളും ജാതിക്ക ശേഖരിക്കാൻ താൽപ്പര്യം കാണിച്ചു. ഉൽപാദന മേഖലയിൽ നിന്നും വിപണികളിലേക്കുള്ള ജാതിപത്രി വരവ് ശക്തമല്ല. ഉത്തരേന്ത്യൻ ഔഷധ വ്യവസായികൾ മികച്ച ഇനം ചരക്ക് സംഭരണത്തിന് ഉത്സാഹിച്ചു. ഹൈറേഞ്ചിൽ ജാതിക്ക കിലോ 350 രൂപയിലും നെടുങ്കണ്ടത്ത് 370 രൂപയിലും ഇടപാടുകൾ നടന്നു. തോപ്രാംകുടിയിൽ 425 രൂപയിലാണ് ജാതിക്ക വിൽപ്പന നടന്നത്. മധ്യ കേരളത്തിൽ 280 മുതൽ 320 രൂപ വരെയായിരുന്നു വ്യാപാരം. മികച്ച ഇനം ജാതിപത്രി തുടങ്ങിയവ ഗൾഫ് കയറ്റുമതി ലക്ഷ്യമാക്കി ഇടപാടുകാർ ശേഖരിക്കുന്നുണ്ട്. തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളാണ് ജാതി കൃഷിയിൽ മുൻപന്തിയിലെങ്കിലും തൊട്ടുപിന്നിലായി കോട്ടയവും ഇടം പിടിച്ചിട്ടുണ്ട്. രാജ്യത്തെ മൊത്തം ജാതിക്ക ഉൽപാദനത്തിൽ ഏതാണ്ട് 90% കേരളത്തിന്റെ സംഭാവനയാണ്. തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലും ജാതിക്ക വിളയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഗോതമ്പ് വില കുറഞ്ഞു. ഉൽപാദനത്തിലുണ്ടായ വർധനയാണ് വിലയിടിവിന് കാരണം. ഈ വർഷം ഗോതമ്പ് വിപണി കടുത്ത സമ്മർദ്ദം അഭിമുഖീകരിച്ചേക്കുമെന്ന റിപ്പോർട്ട്. ആഗോളതലത്തിൽ റെക്കോർഡ് ഉൽപാദനമാണ് വിലയിടിവിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. 15 കിലോയ്ക്ക് $5.8 പുതുക്കിയ പ്രവചനം. മുൻപ് $6.05 ആയിരുന്നു തീരുമാനിച്ചിരുന്നത്. വിതരണ നിയന്ത്രണം കർശനമാക്കുന്നത് ധാന്യത്തിന് വില പിന്തുണ നൽകുമെന്നാണ് പ്രതീക്ഷ. 2024-25 സീസണിൽ ആഗോള ഗോതമ്പ് ഉൽപാദനം 0.3 ദശലക്ഷം ടൺ ഉയർന്ന് 793.2 ദശലക്ഷം ടൺ എന്ന റെക്കോർഡിലെത്തുമെന്നാണ് USDA പ്രവചനം. ആഗോള ഗോതമ്പ് കയറ്റുമതി 212.3 ദശലക്ഷം ടണ്ണും ഉപഭോഗം 801.9 ദശലക്ഷം ടണ്ണും പ്രവചിക്കപ്പെടുന്നു. അതേസമയം സ്റ്റോക്കുകളിൽ ഉണ്ടാകുന്ന കുറവ് വിലയെ പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് ആഗോള വിപണി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പാമോയിൽ ഇറക്കുമതിയിൽ വൻ ഇടിവ്. ഭക്ഷ്യ എണ്ണ വിപണിയിലെ വിലക്കയറ്റം നാളികേര ഉൽപ്പന്നങ്ങൾക്ക് നേട്ടമാകുന്നു. പാമോയിൽ ഇറക്കുമതി ഗണ്യമായി കുറഞ്ഞത് നാളികേരോൽപ്പന്നങ്ങൾക്ക് കരുത്തു സമ്മാനിച്ചു. ഇന്തോനേഷ്യയിൽ നിന്നും മലേഷ്യയിൽ നിന്നുമുള്ള പാമോയിൽ വരവ് ഏതാണ്ട് 3 പതിറ്റാണ്ടായി വെളിച്ചെണ്ണ വിപണിയുടെ മുന്നേറ്റത്തിന് ഭീഷണിയായി തുടരുകയായിരുന്നു. നവംബർ-ഡിസംബർ മാസങ്ങളിൽ വിദേശ പാമോയിൽ വരവ് കുറഞ്ഞത് ദക്ഷിണേന്ത്യയിൽ കൊപ്രയ്ക്ക് ഡിമാൻഡ് ഉയർന്നതിനൊപ്പം വെളിച്ചെണ്ണ വില ഉയരാൻ അവസരമൊരുക്കുകയായിരുന്നു. പിന്നിട്ട 2 മാസങ്ങളിൽ പാമോയിൽ ഇറക്കുമതി ഏകദേശം 24% കുറഞ്ഞത്. ക്രൂഡ് പാമോയിലിനും ശുദ്ധീകരിച്ച പാമോയിലിനും ഇറക്കുമതി നികുതി കേന്ദ്രം ഉയർത്തി നിശ്ചയിച്ചതാണ് വരവ് ചുരുങ്ങാൻ ഇടയാക്കിയത്. വില കുറവുള്ള സൂര്യകാന്തി, സോയ എണ്ണകളുടെ ഇറക്കുമതി വർദ്ധിക്കുകയും ചെയ്തു. നവംബറിന് ശേഷം വെളിച്ചെണ്ണ വില ക്വിന്റലിന് ഇതിനകം 2700 രൂപ ഉയർന്ന് 22,500 രൂപയായി. കൊപ്ര വില 14,800 രൂപ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.